പുത്തൻ വണ്ടിയാണ് കൊണ്ടുവിടുന്ന നശിപ്പിച്ചോ. ഈ സ്കൂട്ടറിനെ പ്രത്യേകം അറിയോ? ഇത് ലേഡീസ് ഉപയോഗിക്കുന്ന സ്കൂട്ടറാണ്. അമ്മ ഒരു കാര്യം ചെയ്യും, കനമച്ചമ്പെടുത്ത് പറയാൻ ലോൺ ഇട്ടൊരു സ്കൂട്ടർ എടുത്തു തരാൻ. ഇത് വന്നാലുള്ള ഗുണം എന്താ അറിയാ? പെൻഷൻ മേടിക്കാൻ പോയാൽ ആരെയും താങ്ങേണ്ട കാര്യമില്ല. സ്കൂട്ടറിനകത്ത് കയറി ഇന്ന് ടപ്പേന്ന് പറഞ്ഞ ഒരു ഒറ്റ പോക്കങ്ങ് പോയാൽ ശരിയാ. തമാശ അല്ല. മറ്റേ സിസിലി ടീച്ചറൊക്കെ വന്ന് സ്കൂട്ടറിനകത്ത് പറഞ്ഞു പെൻഷൻ മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ എപ്പോഴും കാണും അത്. അമ്മയെന്ന് പറഞ്ഞു നോക്ക്, നോക്കണം. അല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി ഞാൻ നോക്കാം, ഒരു 15 രൂപ ഒപ്പിച്ചാൽ. എനിക്ക് വയ്യടാ ഈ വയസ്സുകാലത്തിന്. വയസ്സുകാലമൊക്കെ എൻജോയ് ചെയ്യണ്ടേ അമ്മച്ചി? എനിക്ക് എന്റെ മേളിൽ കയറി വീഴാത്ത കുഴപ്പമേ ഉള്ളൂ. പണി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടക്കനെ ഞാൻ റെഡിയാക്കി തരാൻ പറ്റും. കാര്യം നമുക്ക് ഇതിനകത്ത് എക്സ്പെർട്ട് ആണല്ലോ. കൊടങ്ങാവള ഉണ്ണൂണി ആശാൻ എന്ന് പറയുന്ന ആശാന്റെ ശിഷ്യനാണ് ഞാൻ. ബൈക്കിന്റെ A to Z പടി സൗണ്ട് കേട്ടാ നമ്മൾ കംപ്ലൈന്റ് പറയും. സത്യം. സത്യമായിട്ടും നിനക്ക് ഇത്രയും ഈ വർക്ക്ഷോപ്പ് പണിയിൽ ഇതുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലടാ. അതെന്നെ കുറിച്ച് നല്ലോണം അറിയാൻ വയ്യാത്തോണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന ഈ സെറ്റപ്പ് ഒന്ന് മാറിയിട്ട് കുറച്ചും കൂടെ ബുദ്ധിപരമായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ എന്ത് ചെയ്യണം? ആ കാര്യം പലപ്പോഴും ഞാൻ നിന്റെ ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അല്ല, എന്നും ഇങ്ങനെ ഈ വർക്ക്ഷോപ്പ് പണി കൊണ്ട് നടന്നാൽ മതി, കുറച്ചുകൂടെ മേളിലോട്ട് പോകണ്ടെന്ന് ചോദിക്കാനിരിക്കുക. അതാണ് കുറച്ചുകൂടെ ഈ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ പൈസ ഒപ്പിക്കാൻ എന്ത് ചെയ്യണം? അതിന് സ്വന്തമായിട്ട് ബുദ്ധി വേണം. ആക്കിയതാണ്. അല്ല, ഒരു വണ്ടി അടിച്ചിട്ട് നിമിഷം കൊണ്ട് സെറ്റാക്കി കൊടുക്കുന്ന എനിക്ക് ബുദ്ധി ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? എടാ ഉണ്ട്, സ്വയം ഒന്ന് ഇതും കൂടെ ഒന്ന് ഉയർന്നു വരണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ബുദ്ധി വേണം. അങ്ങനെ ഒരു പ്ലാൻ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇപ്പൊ റോസ്മേരിയോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ തമിഴ്നാട് ബോർഡറുകളിലൊക്കെ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് കിട്ടും ചൂട് വിലയ്ക്ക്. ആ വണ്ടി എടുത്തോണ്ട് വന്നിട്ട് അതിന് നിസ്സാര പണികളെ കാണത്തുള്ളൂ. ആ പണികൾ എനിക്ക് തന്നെ ചെയ്യാമല്ലോ, കൂലിക്കാളെ വെക്കണ്ടല്ലോ. ഞാൻ തന്നെ അത് ചെയ്ത് സർവീസ് ചെയ്ത് കുട്ടപ്പനാക്കിട്ട് വിലയ്ക്ക് പുറത്തു കൊടുക്കും. കുറഞ്ഞ വിലയ്ക്ക് എടുക്കുന്നു, ശരിയാക്കുന്നു, വിലയ്ക്ക് കൊടുക്കുന്നു. വീണ്ടും കുറഞ്ഞ വിലയ്ക്ക് എടുക്കുന്നു, ശരിയാക്കുന്നു, വിലയ്ക്ക് കൊടുക്കുന്നു. അതായത് 10 മുടക്കി കഴിഞ്ഞാൽ 10ന്റെ 10 രൂപ കിട്ടി 10 രൂപ ലാഭം. അങ്ങനെയുള്ള പരിപാടി. അണ്ണാ ആടാ എന്തായി? കഴിഞ്ഞു. എടാ എനിക്ക് അറിയാൻ ചോദിക്കുക, ഇത് വണ്ടി കൊണ്ട് നീ നശിപ്പിക്കുകയാണോ? ഈ ഫൂട്ടസ് എന്ന് പറയുന്ന സാറിന് 20 വർഷമൊക്കെ കഴിയുമ്പോൾ ഒരാൾ മാറുന്നത്. ഇപ്പൊ 2-ാം മാസം ആയതിൽ വണ്ടി എടുത്ത് അതിനുള്ളിൽ അത് മാറേണ്ടി വന്നു. അണ്ണാ അത് വന്നിട്ടേ നമ്മളൊരു യാത്ര പോയായിരുന്നു പൊന്മുടിക്ക്. അപ്പൊ കൂടെ ഇരുന്ന പയ്യൻ അതിൽ കയറി ചവിട്ടി അങ്ങ് നിന്നെണ്ണ, അതിന്റെ കുഴപ്പമാണ്. ഇനി അവന്റെ അടുത്ത് കയറി നിക്കരുതെന്ന് പറയണം. ഞാൻ പൂട്ടസ് എന്റെ കൈ കടന്നു പറഞ്ഞ വെച്ചിട്ടുണ്ട്, കാലെടുത്ത് ഇതിനകത്ത് വെച്ചേക്കരുത്. അവൻ ഇരിക്കാൻ കിടക്കായിട്ട് വണ്ടി വന്നാക്കാൻ കൊണ്ടുവന്നാ ശരിയായത്. കഴിഞ്ഞ ഓയില് മാറി, ഹെഡ്ലൈറ്റിന്റെ സ്ട്രിപ്പ് പോയ അത് മാറിയിട്ടുണ്ട്. അതും പോയായിരുന്നു. അത് പോയി, അതുകൊണ്ടാണ് ഹെഡ്ലൈറ്റ് കട്ടറിലൊക്കെ വീഴുമ്പോഴത്തേന് ലൂസ് കണക്ഷൻ വന്നേ. ഹോണ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് ഫൂട്ടസ് ഇളകിയത് ഇത് എന്റെ കൈ കിടന്നതാ, അതിന് പൈസ ഒന്നും തരണ്ട, സെറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് കാലെടുത്ത് വെച്ചേക്ക, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ കാല് വെക്കാണ്ടല്ല ഫുഡ് ഡ്രസ് എന്ന് തോന്നി. അതങ്ങ് മടക്കി വെച്ചിരുന്നാൽ മതി, കാല് ഫ്രണ്ടിലോട്ട് വെച്ചാൽ മതി. എല്ലാം കൂടെ 1000 രൂപ പണിയുണ്ട്. നീ ഒരു 800 വന്നാൽ മതി. 800? 800 തരാനൊന്നും പറ്റത്തില്ല. എന്തോ ഈ ലൈറ്റിന്റെ ഇത് മാറിയത്, ഈ ഫുഡ് ഡ്രസ് നിങ്ങളെ കിടന്നല്ലേ, പഴയതല്ലേ ഇത്? പറഞ്ഞപ്പോ നിസ്സാരം. ലൈറ്റിന്റെ സ്ട്രിപ്പ് മാറിയോ? ഇതിന്റെ ഒരു നട്ട് പോയി, അത് മേടിച്ചിട്ടോ. ഫൂട്ടസിന്റെ പൈസ നീ തരണ്ട. ഓയില് മാറി. ഇത്ര നേരം ഓയിലിന് 200 ലൈറ്റിന്റെ സ്ട്രിപ്പ്. പണ്ടായിരുന്ന ഓയിലിന് 350 രൂപ കൊടുക്കണം. 325 ഹോൾസെയിൽ. ഒരു 500 തരാം. അയ്യോ, അങ്ങനെ ഔദാര്യം വരല്ലേ? നീ ആ പൈസ കൊണ്ട് ബാങ്കിലിട്ട്. എന്റെ പൊന്നു മക്കളെ, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. പറ്റത്തില്ല. 500 തരാം. 500 എന്റെ കയ്യിലുള്ള 500 തരാം. 500 തരാൻ പറ്റത്തില്ല. നീ ചുമ്മാ ഒന്നാമത് പണിയില്ലായിരിക്കും സമയത്ത് നീ പൈസ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പണി കൊണ്ടുവരണല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ടല്ലേ 1000 രൂപ എന്ന് പറഞ്ഞ സാധനം ഞാൻ 800 പോട്ടെ, 700 എന്നാൽ. ചീമ്പനുണ്ണി പറഞ്ഞല്ലേ 300 രൂപയ്ക്ക് പണി തരാന്ന്. ഇത്രയും പണി നാളെ പോലെ ചീമ്പനെ ഉണ്ണി എടുത്തുകൊണ്ട് പണിഞ്ഞാൽ മതി. നാളെ തൊട്ട് അവിടെ തന്നെ കൊണ്ടുപോയത്. ഈ ചീമ്പനെ പണി പഠിപ്പിച്ചാരാ? പണി പഠിപ്പിച്ചാന്ന് എനിക്ക്. ഞാൻ പോയാണ്. നിങ്ങൾ 500 എനിക്ക് അറിഞ്ഞൂടെ ഒരു സ്കൂട്ടറിനെയും കൊണ്ട് അവിടെ ഇട്ടുണ്ടാക്കുന്ന പണികൾ. ഒരുപാട് പണി ഞാൻ പിടിച്ചാണ്. അണ്ണ എന്തോ ആണ് അങ്ങനെ പറയല്ല. പറ്റൂല. രാവിലെ വെളുപ്പാൻ കാലത്ത് കൊണ്ടുവന്ന പണി, ഞാൻ കുത്തി ആഹാരം പോലും കഴിക്കാൻ കുത്തിരുന്ന പണിഞ്ഞ്. ഇപ്പൊ അവർ പറഞ്ഞ പൈസ തരാൻ പറ്റത്തില്ലെന്നോ? നമ്മൾ ജീവിക്കണ്ടേ? ഒരു ഓയിൽ മാറ്റി ഒരു ഫുഡ് ഡ്രസ് വെച്ചാൽ 800 1000 രൂപ കേൾക്കാണ് സാർ. എങ്ങനെ കൊടുക്കാനാണ്? നിന്റെ ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലടാ, ഇവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള വീടല്ലേ. മച്ചമ്മ സാറിനിട്ട് പണിയുന്നേ. ഇവിടെ വെച്ച് പണിയുണ്ടെന്നേ. എനിക്ക് എവിടെ കൊണ്ട് പണി? ഇതാരുടെ വണ്ടിയുള്ളത്? എന്റെ വണ്ടിയാണ് സാറേ. വണ്ടി എടുത്ത് പോകാൻ നോക്ക്. എനിക്ക് പറഞ്ഞ പൈസ തരുന്നില്ല പണിക്കൂലി. അത് നഷ്ടമല്ലേ? മനുഷ്യ സമാനം എടുത്ത് പറയണ്ടേ? നിങ്ങൾ ചെയ്ത വണ്ടി പണി അത് പറ്റത്തില്ല. അത് ചുമ്മാ
എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് പോ. ഇത്രേ തരാൻ പറ്റൂ. ചുമ്മാ നടന്ന അലുമ്പ് കേസുകൾ തന്നെ. എന്നെ വെറുതെ ഇവിടെ ഇരിക്കില്ല. ചുമ്മാ മനുഷ്യന് തലയ്ക്ക് വേദന എടുത്ത് വന്ന് കിടന്നുറങ്ങുമ്പോ വന്നിടത്ത് ബഹളം ഓരോരുത്തർ. അത് ഭയങ്കര കഷ്ടമായി മച്ചമ്മ. കിട്ടാൻ പൈസക്ക് വേണ്ടിട്ടല്ലേ ഞാൻ കിടന്ന് ബഹളം ഉണ്ടാക്കി. എനിക്ക് 300 രൂപ നഷ്ടം. അത് വർക്ക്ഷോപ്പിൽ പോയി പണി. നീ വീട് വർക്ക്ഷോപ്പൊക്കെ വരണം എന്തിനാണ്? നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച് മോശമായ വാക്കുകൾ കൊച്ചുങ്ങളുള്ള വീടല്ലേ ഇത്? നാണക്കേടല്ലേ ഇത്? അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ ബഹളം ആളുകൾ പറഞ്ഞത്. എന്നിട്ട് കൊറേ വഴക്ക് പറഞ്ഞോ അമ്മേവനെ? കുറെ വഴക്ക് പറഞ്ഞാന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല. അവര് വർത്താനം കേട്ടോട്ട് ഞാൻ അകറി പോവുകയും ചെയ്തു. അപ്പൊ അവൻ ആദ്യമായിട്ടല്ലല്ലോ ഇവിടെ ഇടയ്ക്ക് വണ്ടി നന്നാക്കാറുണ്ടല്ലോ ഇവിടെ ഇട്ട്. എന്ന് പറഞ്ഞാല് വർക്ക്ഷോപ്പ് പണി ചെയ്യിപ്പിച്ച് ഒരു വണ്ടി റിപ്പയർ ചെയ്ത് കൊടുത്താൽ മിണ്ടാതെ ഉള്ള കാശ് വാങ്ങിച്ച് വണ്ടിയും കൊടുത്ത് പറഞ്ഞു വിടണം. അതായത് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ നോക്കിയാൽ കനകനാണെങ്കിൽ ഇന്നലെ രാത്രി താമസിച്ചാ വന്നത്. ആ അപ്പൊ അത് പറ. ആ ഉറക്കത്തിൽ ഇവരുടെ വഴക്ക് കേട്ടിട്ട് ഉറക്കം പോയതിന്റെ ആയിരിക്കും. പിന്നെ അല്ലാതെ ബെസ്റ്റ്. ഞാൻ ഓർത്ത് ഇവനെന്തിനാ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞേന്നാ. ചെറുക്കൻ ഇവിടെ ഇട്ട് വണ്ടി പണിയാറുണ്ടല്ലോ. അതേ വരുന്നില്ല. കിട്ടിയാ? ഭയങ്കര തിരക്കായിരുന്നു കടയില്. ആണോ? അതാണെ ഒരു ചെറുക്കൻ മാത്രം ഉണ്ടല്ലേ സാധനങ്ങൾ എടുത്തു തരാൻ. മീൻ കിട്ടിയില്ലേ? മീൻ കടയിൽ വന്നപ്പോ അതിനപ്പുറത്തെ തിരക്ക്. അപ്പൊ നമുക്ക് റൊണാൾഡോ അച്ഛനെ അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു മീൻ വാങ്ങിച്ചോണ്ട് തരുവാന്ന് വെച്ചാൽ പറഞ്ഞ് കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞു. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞ സാധനം എവിടെ? നീ വാങ്ങിച്ചാ? സോപ്പല്ലേ? ആ സോപ്പ് ഞാൻ വാങ്ങിച്ചായിരുന്നു. നല്ല പഴം ചേച്ചിതേ. ആ നിനക്കപ്പൊ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഇതാക്കാൻ വരാറുന്നില്ലേ? ഇനി ഓട്ടോറിക്ഷക്ക് കൊടുക്കണം 50 രൂപ. അതിന് നല്ലതൊരു നടപ്പങ്ങ് നടന്നാ പോരെ. എന്നിട്ട് എനിക്ക് ഞാൻ മേടിക്കാൻ പറഞ്ഞ സാധനം കിട്ടി. സോപ്പ് പറഞ്ഞായിരുന്നല്ലോ. പേസ്റ്റ് വാങ്ങിച്ചില്ലേ? ഇതേ ഉപ്പ് എടുത്തു തന്ന്. ഉപ്പ് ഞാൻ പറഞ്ഞില്ല, നീ ആ സോപ്പ് എന്നാ പറഞ്ഞത്. സോപ്പ് എന്ന് പറഞ്ഞപ്പോ ഉപ്പെന്ന് കേട്ടായിരിക്കും. അത് മറ്റേ ബംഗാളി ചെറുക്കനായിരുന്നു, ഹിന്ദിക്കാരൻ. അതിന്റെ അടുത്ത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഒപ്പിച്ചെന്ന് എനിക്ക് അറിയത്തുള്ളൂ. സോപ്പിന് പോലെ ഉപ്പും തേച്ചു കുളി. അമ്മേ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്. അമ്മ ഉപ്പിട്ട് അങ്ങോട്ട് കുളി. മാസക്കാരി ഇല്ല കേട്ടാ ഇതില്. എന്റെ ദൈവമേ, ഈ കണക്കിന് പോയാലും എങ്ങനെയാ വെളിയിലോട്ട് ഇറങ്ങണമെങ്കിൽ? ഓ എന്റെ പൊന്നെ, ഇത് കാക്ക മലന്ന് പറക്കും. പിന്നെ ഞാൻ വിളിച്ചല്ലേ ചന്തപ്പ, നീ വന്നില്ലല്ലോ. പോയിട്ട് ഇതേ സമയത്തിനൊരുത്തം വരുന്നു. മീൻ കിട്ടിയടാ? നീ കിട്ടി. പെട്ടക്കണായില്ല. കുറച്ച് വറക്കേഞ്ഞാണ്, കുറച്ച് കറിയും വെക്കണം. പൈസ തേഞ്ഞാ? രാവിലെ പണിക്ക് വന്ന പൈസ ഉണ്ടായിരുന്നു. അതിന് 300 പോയി. നിനക്ക് ആ പൈസ കിട്ടിയാ? 300 പോയി, ബാക്കി 500 ഉണ്ടായിരുന്നു. അത് പിന്നെ വീട്ടു ഫണ്ടിലേക്ക് മാറ്റി. എന്തോ ചെയ്യാനാ റൂബി? ഇഷ്ടം പോലെ ഉണ്ട്. അവള് കൊണ്ടുപോട്ടെ. എന്റെ വണ്ടി ഇവിടെ രാത്രി ഏതായാലും വണ്ടി കൊണ്ടുപോകുമ്പോ അവളാ കാവലിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു മീൻ കൊടുത്താലും മീനുണ്ടെന്ന്. ഞാൻ 1.5 കിലോ കിട്ടി. മീൻ തല കൊടുത്താ പോരെ? കോട്ടേച്ചി പാവം. നമ്മുടെ റൂബിയല്ലേ? നമ്മുടെ റൂബി നിറച്ചിരിക്കണ ഇതിന്റെ അകത്ത്. ആടെ ഒത്തീർപ്പിന് പോയിട്ടുണ്ടായി അമ്മച്ചേട്ടന് വീട്ടി. ഓ അതെന്റെ പോയ ചേച്ചി. ആ ഇന്നലെ പിന്നെ എന്തൊരു ബഹളമായിരുന്നടി. എന്തു പറഞ്ഞേ? അപ്പൊ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് പാത്രമൊക്കെ എടുത്തിട്ട് എറിയലും വഴക്കും ബഹളവും. ചേച്ചി ഭയങ്കര കരച്ചിലാ. ആ ചേട്ടനാണെങ്കിൽ കള്ളു കുടിച്ച അറിയത്ത പോലും ഇല്ല. ഇതുവഴിയൊക്കെ പോണുണ്ടല്ലോ. ചില നേരം അറിയാൻ പറ്റും. ദൈവമേ, ഇയാള് കള്ളു കുടിച്ചിട്ടാണ് അല്ലാതാണാ പോണെന്നൊക്കെ എങ്ങനെ അറിയൂല്ലേ? ലക്ഷണം കണ്ട് മനസ്സിലാക്കാം. എങ്ങനെ ലക്ഷണം? അതറിയത്തില്ലേ? മദ്യപുരാണ പരിഷത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മദ്യപാനികളുടെ ലക്ഷണം. ഉദാഹരണത്തിന് ഒരാൾ തലേന്ന് നല്ല വെള്ളം ഒടിച്ചിട്ടിരിക്കട്ടെ, പിറ്റേന്ന് രാവിലെ അയാൾക്ക് അതിന്റെ ഹാങ് ഓവർ ഉണ്ടാവും. തല വെട്ടിപ്പൊളക്കുന്നവൻ എഴുന്നേൽക്കുമ്പോഴാണ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. പിന്നെ വെള്ളം കുടിക്കാനുള്ള പരവേശം, പിന്നെ തലേന്ന് കൂടുതൽ പൈസ കയ്യിൽ നിന്ന് പോയെന്നുള്ള കുറ്റബോധം. ആളാകെ ഒരു വല്ല ആ ലക്ഷണങ്ങൾ കണ്ടോ ഉറപ്പായിട്ട് വിചാരിച്ച ആള് തലേന്ന് വെള്ളം ഭയങ്കര തലവേദന എടുക്കോ? പിന്നെ തലവേദന പരദാഹം. തലവേദന ഉണ്ടെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് കുടിക്കാൻ? തലവേദന പിന്നെന്താ നീ പറഞ്ഞത്? പൈസ പോയതിനകത്ത കുറ്റബോധം, പിന്നെ ടെൻഷൻ അടിച്ച് എന്തിനാ കുടിക്കാൻ നിക്കണത്? പക്ഷെ ഈ കഴിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് വേറൊരു തലവ. അന്നേരം ഈ തലവേദന മീൻകറി ചേച്ചി വെക്ക്. ചേച്ചി വെക്കണത് ഏട്ടന് ഇഷ്ടം. അങ്ങോട്ട് കൊടുത്തേക്ക്. അയ്യോ എന്നാ ആര് വെച്ചാലും തല കണ്ടിക്കായിട്ട് വറക്കണം. ഞാനല്ല അവൻ പോയപ്പോ പിന്നെ അകത്ത് കയറി അരക്കുട്ടി പുട്ടിരിപ്പോണ്ട്. അത് കഴിച്ചിട്ടല്ലേ റോളിലോട്ട് പോയത്. ഒരു കട്ട കണ്ടേ
അത് കൊള്ളാം. ഊണ് കഴിക്കുന്ന സമയത്ത് കട്ടന എന്ത് വേണ്ട. ഒരു തലവേന വരാ. എന്തിന്റെങ്കിലും ടെൻഷൻ ഉണ്ടോ ഏട്ടന്? എന്തെങ്കിലും നഷ്ടപ്പെട്ടതിന്റെ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു നിനക്ക് ദാഹമുണ്ടോ? ഇന്നലെ ഏട്ടന് എത്ര മണിക്കാ വന്നത്? 2 മണിയായില്ലേ? എവിടെ പോയിന്നാ പറഞ്ഞത്? സ്റ്റേഷനിൽ എന്ത് പാതിരാത്രിക്ക് എങ്ങാണ്ട് ചേച്ചി കയറി വന്നത്. എന്നിട്ട് ഞാൻ എന്റെ കൂടെ കിടക്കാതെ അമ്മാവന്റെ മുറിയിൽ പോയി കിടന്നു. രാവിലെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഏട്ടനൊന്നും പറഞ്ഞില്ല. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഇടി കട്ടതാടി, ഒരു കട്ട ഇട്ടതാ പറഞ്ഞ ഇത്ര ചോദ്യങ്ങൾ എന്തിനാ? ഇന്നല്ല ഉണ്ടാ മാറങ്ങോട്ട്. ഇതൊക്കെ ഡേ ഇത് കട്ടേടാടി. നോണ പറയുന്നവരെനിക്ക് കണ്ണിനെടുത്ത് കണ്ടുകൂടാ. കളറെല്ലാം ഒന്നല്ലേ, ഇനിയിപ്പൊ കട്ടൻ എന്തിനാ? എന്താ എന്നാലും ഇച്ചിരി കടുത്തു പോയി മച്ചമ്പി. ഒരു കട്ട ചോദിച്ചതാ. ഞാൻ പോയി മീൻകറി വെക്കട്ടെ. കട്ടൻ കടുത്തേ, കട്ടൻ കടുത്തേ. ആഹാ, കടയിൽ പോയതാണ്. ഇപ്പൊ ഇത്രേ ഉള്ള അടി. ഇനിയിപ്പോ അടുത്ത ഒരു 10 ദിവസം കഴിയുമ്പോ വീണ്ടും പോകേണ്ടി വരില്ല. എല്ലാവരും ഒരുമിച്ച് പഠിച്ചിരുന്നെങ്കിലാ. നാളെ എനിക്ക് നൈറ്റാണ് കേട്ടാ. അപ്പൊ അത് കാരണം ഇനിയിപ്പോ ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഏട്ടനോട് എന്തെങ്കിലും പറഞ്ഞ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ പറയുന്നൊക്കെ നീ കേട്ടാ? എനിക്ക് ഈ കള്ളത്തരം പറയുന്നവരോട് പ്രവർത്തിക്കുന്നവരോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല ഏട്ടാ. നിന്റെ പ്രശ്നം എന്താണ് ഇപ്പൊ? ഏട്ടൻ എന്നോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? ഇന്നലെ എത്ര മണിക്ക് ഏട്ടൻ വന്നത്? ഞാൻ പറഞ്ഞില്ലേ 2 മണി കണ്ടായെന്ന് തോന്നുന്നു. എവിടെയാ പോയത്? സ്റ്റേഷനിൽ പോയിരുന്നു. സ്റ്റേഷനിൽ ഏട്ടന് ഡ്യൂട്ടി ഇല്ലായിരുന്നു. ഡ്യൂട്ടി ഇല്ലാഞ്ഞിട്ട് ഏട്ടൻ എവിടെയെങ്ങാണ്ട് പോയിട്ട് പാതിരാത്രി 2 മണിക്ക് എങ്ങാണ്ട് കയറി വന്നിട്ട് ഞാൻ ഭക്ഷണം വേണമെന്ന് വെച്ചപ്പോൾ ഏട്ടന് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ കൂടെ വന്ന് കിടക്കാതെ അമ്മാവന്റെ മുറിയിൽ പോയി കിടന്നു. എവിടെയാ ഏട്ടൻ പോയത്? സുരേഷിന്റെ അടുത്ത് ഒന്ന് പോയിരുന്നു. അതെന്നോട് പറയാൻ എത്ര ബുദ്ധിമുട്ട്? ഇത് അതൊന്നും അല്ല. എന്ത് നീ പറഞ്ഞത്? നീ ചായ തണ്ട ഒന്നും വേണ്ട, ഉച്ചക്ക് ഊണ് കിട്ടൂടെ? ചോറ് ഇവിടെ വെച്ചിട്ടുണ്ട്. മീൻകറി ചേച്ചിയാ വെക്കുന്നത്. ഏട്ടന് മീൻകറി ചേച്ചി വെക്കണതാണല്ലോ ഇഷ്ടം. ചേച്ചി വരുമ്പത്തേക്ക് അവിടെ പോയി കഴിച്ചോളാം. എന്നാ അവിടെ പോയി കഴിക്കുക. ചെല്ലുപോ. അവിടെ നിന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ലക്ഷണങ്ങളൊന്നും ശരിയല്ലല്ലോ. ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞിട്ട് എന്തായി? ഒന്നും പറഞ്ഞില്ലല്ലോ. ഏത് കാര്യം? ഏത് കാര്യം? പഴയ വിലക്ക് പഴയ വണ്ടികൾ എടുത്തിട്ട് പണിഞ്ഞിട്ട് വലിയ വിലക്ക് വിൽക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടേ. അത് കൊള്ളാലടാ, നല്ല കാര്യമാണെങ്കിൽ അത് ചെയ്യേ. അത് ചാടിക്കറി ചെയ്യാൻ പറ്റുമോ? പൈസ വേണ്ടേ? വണ്ടി പഴയ വിലക്ക് എടുക്കണമെങ്കിൽ മൂലധനം വേണ്ടേ? എന്തോ ചെയ്യും? എന്തോ ചെയ്യുന്ന പറഞ്ഞാൽ ക്ലീറ്റോ മച്ചമ്മ വിചാരിച്ചാൽ നടക്കും. എന്നാ പിന്നെ നീ ക്ലീറ്റോട് പറ. ക്ലീറ്റോ മച്ചപ്പെടുത്ത് പറഞ്ഞാൽ കേൾക്കത്തില്ല. എടാ വയസ്സായ എനിക്ക് കേൾക്കാം, പിന്നെ അങ്ങനെ ക്ലീറ്റച്ചിന് കേൾക്കാൻ വയ്യ. ഒരു ന്യൂജൻ കോമഡി കൊണ്ടുവന്നേക്കുന്നു. അതല്ല, ഞാൻ ഈ കാര്യം പറഞ്ഞാൽ ക്ലീറ്റോ മച്ചമ്മ അനുസരിക്കത്തില്ല. ഞാൻ ഇനി പുതുതായിട്ട് ഒന്നും തുടങ്ങണമെന്ന് പറഞ്ഞേക്കുവാ. അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറയണം. അതെനിക്ക് പറ്റത്തില്ല. എന്ത് മക്കളെ നിന്റെ മുഖത്തൊരു ദേഷ്യം? മോന്തേ മരിച്ചിറക്കിട്ടിരിക്കല്ലേ? ഒരു കാര്യം വെച്ചാൽ മറുപടിയും പറയൂല. അയ്യോ, ആ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? അല്ല, ഇന്നലെ രാത്രി നീ കള്ളും കുടിച്ചോണ്ട് വന്ന് ചില ലക്ഷണങ്ങളിലൊക്കെ കാണിച്ചു. അല്ല, ഈ രാത്രിയിൽ കള്ളും കുടിച്ചോണ്ട് വരുന്നത് രാവിലെ ചില ലക്ഷണങ്ങളിലൊക്കെ കാണിക്കുമെന്ന് ഇവ അവരോട് പറഞ്ഞായിരുന്നു. അതാ കാര്യം. എന്ത് ലക്ഷണം? നിനക്ക് തലവേദന ഉണ്ടെന്ന് വെച്ചപ്പോ നീ തലവേദന ഉണ്ടെന്ന് പറഞ്ഞാ, ദാഹം ഉണ്ടെന്ന് ചോദിച്ചപ്പോ ദാഹം ഉണ്ടെന്ന് പറഞ്ഞാ, എല്ലാ കാര്യം.
അല്ല ഈ ഭാങ്ങോറുള്ളവർക്ക് ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കത്തില്ലേ? അക്കാര്യം ഞങ്ങൾ പറയുമായിരുന്നു. തമ്പിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞേ അന്നേരം അത് ചമ്പി അന്നേരം വന്നത് ഇങ്ങനെ എനിക്കുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം അവരതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിച്ചപ്പം മൊത്തത്തിൽ അങ്ങനെ പോയപ്പം അപ്പൊ അതാണ് കാര്യം. വെറുതെ ഇരുന്ന പെണ്ണുങ്ങളെ മനസ്സിൽ ഓരോന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി വെച്ചിരിക്കും. പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പോയി. ഓ ഞാൻ എന്താ പറഞ്ഞു മനസ്സിലാക്കാൻ? എന്ത് അത് മച്ചമ്പി ഇക്കാര്യം ഇങ്ങനെ ലക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മച്ചമ്പി അതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറിയിട്ട് സെയിം കാര്യം ചോദിച്ചു. അപ്പൊ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി. തെറ്റിദ്ധാരണ ആ മനസ്സിലുണ്ടാക്കി വെച്ചത് നീയാണ്. ഞാൻ തോന്നി മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി പോയി. അങ്ങനെ ഒന്നും അല്ലെന്ന് പറയാം. അതെന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ പോയി സംസാരിച്ച ഒരു പക്ഷേ പ്രശ്നം സോൾവ് ആവും. പക്ഷേ സോൾവ് ആകത്തില്ല മച്ചമ്പി. കാര്യം എന്താ? രാവിലെ വർക്ക്ഷോപ്പിന്റെ കാര്യത്തിന് അവിടെ സാൾട്ടസിന് മുമ്പ് വെച്ച് എന്നെ ഒരുപാട് ആക്ഷേപം പറഞ്ഞു. എനിക്ക് കിട്ടേണ്ട 300 രൂപ മച്ചമ്പേടെ ഒറ്റ വർത്താനം കൊണ്ട് നഷ്ടമായി. എനിക്ക് ആ നീറ്റിൽ ഇതുവരെ മാറിയിട്ടില്ല. അത് മാറാൻ ഞാൻ പറയത്തില്ല. ഒന്നും തോന്നരുത്. അല്ല സത്യം പറ മോനെ, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? അപ്പൊ ഞാന് സുരേഷിന്റെ വീട് നിന്ന് പോയതാ. അവന്റെ കൊച്ചിന് സുഖം അടക്കല്ലേ, കുറെ നാളുണ്ട് വയ്യാതിരിക്കായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി 1-2 പറഞ്ഞ് സംസാരിച്ച സമയം അങ്ങ് ലേറ്റായി പോയി. ഇനി സുരേഷിന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ കൊച്ചിനെ കാണണമെങ്കിൽ അവളും കൂടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പോയി. പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ച് പോയല്ലേ. ഇതറിഞ്ഞ് അവൾക്ക് വിഷമാവെന്ന് എഴുതി അവളത് പറഞ്ഞില്ല. അത്രേ ഉള്ളു കാര്യം. അല്ല പിന്നെ നീ രാത്രിയിൽ എന്തിന് പിന്നെ ഗിരിരാജന്റെ മുറി പോയി കിടന്നത്? വന്നപ്പോഴേ എനിക്ക് ചില ജലദോഷവും ചെറിയൊരു മൂക്കട പോലെയൊക്കെ തോന്നിയിരുന്നു. ചെറിയ വല്ല പനിയല്ലോ ആണെന്ന് എഴുതിയിട്ട് അവിടെ പോയി കിടന്ന കൊച്ചുങ്ങളൊക്കെ കിടക്കുകയല്ലേ, അവർക്ക് വരണ്ടെന്ന് എഴുതി അപ്പുറത്ത് കിടന്നേ ഉള്ളൂ. എന്നാ പിന്നെ ആ കാര്യം നിനക്ക് അവളോട് പറഞ്ഞാ പോരായിരുന്നാ? അവള് പറയാൻ അവസരം തരണ്ടേ? ചാടി കയറിക്കൊണ്ടിരിക്കുകയല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, തങ്കത്തിനോട് ചെന്ന് ആ കൊള്ളാം, നല്ല കൂത്ത്. അവക്ക് പിന്നെ മനസ്സിലാവും, അവക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവൂല. അല്ല പിന്നെ ഇനി ഇപ്പം ഒരു ഒറ്റ വഴിയേ ഉള്ളു. സുരേഷിനെ ഒന്ന് വിളിക്കും. എന്തോ ആയ ചേച്ചി കറി? കറി ആയി. ഓ എൻ്റെ പൊന്നെ, വെട്ടിക്കഴുകി എടുക്കാനൊക്കെ എന്തൊരു പാടാണ്. ആയി നല്ലവണ്ണം. ഇച്ചിരി എരിവ് കുറവാന്ന് തോന്നുന്നു. ആയി കുഴപ്പമില്ല. എന്തായി? എന്തു പറഞ്ഞു? ഞാൻ ചോദിച്ചു എവിടെ പോയതാന്ന്. അപ്പൊ സുരേഷേന്റെ വീട്ടിൽ പോയതാണെന്ന് ഇപ്പഴാ പറയണത്. അങ്ങനെയൊന്നും അല്ലേ ചേച്ചി, എന്തോ കളത്തിലുണ്ട്. സുരേഷേന്റെ വീട്ടിൽ പോയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇത് അതൊന്നും അല്ല, ഇത് വേറെ എന്തോ കള്ളക്കളിയാ. കള്ളക്കളിയൊന്നുമല്ല. എന്നാ പിന്നെ ചിലപ്പോഴേ കൂട്ടുകാരെല്ലാരും കൂടി എവിടെയെങ്കിലും എവിടെ ഇരുന്ന് കൂട്ടുകാരന്മാരായിട്ട് കുടിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ കുടിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നുണ പറഞ്ഞിട്ട് ചേച്ചി സുരേഷേന്റെ അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാരന്മാരായിട്ട് ഞാൻ ഇന്ന് കൂടിയിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ വല്ലതും പറയുമോ? പിന്നെ എന്തായിരിക്കുമോ? ചേച്ചി പാതിരാത്രി അല്ലേ കയറി വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കമായിരുന്നു ചേച്ചി. എന്നാലും അവൻ മാറി കിടക്കുമ്പോഴത്തേനും നീ ചോദിക്കണ്ടേ എന്തെവിടെ പോവാന്ന്? ഞാൻ രാവിലെ അല്ലേ അറിയണത് അമ്മാവന്റെ മുറി കിടക്കുന്നത്. അത്ര ബോധമില്ലാതെയാണോ നീ ഉറങ്ങുന്നത്? ഭയങ്കര വെള്ളം കയറി അറിയൂലല്ലോ. ആരാ? സുരേഷ് ആടി. ഹലോ. സുരേഷ് ഏട്ടാ. ആണോ? പറഞ്ഞായിരുന്നു എന്നോട്. ഓ ഇല്ല കുഴപ്പമില്ല. കുഞ്ഞിന്റെ സുഖമല്ലേ സുരേഷ് ഏട്ടാ? ശരി, കൊറേ നാളായില്ല കണ്ടിട്ട്. ശരി ഓക്കെ. കനകൻ ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് രാത്രി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചൊരു ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ ഉണ്ടെന്നു. അയ്യോടാ പാവം. അപ്പൊ അവൻ അവിടെ തന്നെ പോയതാ. അവിടെ തന്നെയാ പോയി. പാവം. എടി വിളിക്കടി, വിളിച്ച് അവന് കഴിക്കാൻ കൊടുക്ക്. വിളിച്ച് കഴിക്കാൻ കൊടുക്ക്. സത്യം പറഞ്ഞ അമ്മയുടെ ആ ഒരു കൈപ്പുണ്യം ഉണ്ടല്ലോ, അത് അതേപോലെ തങ്കഞ്ചേട്ടത്തി കിട്ടിയിട്ടുണ്ട്. സത്യം ഞാനത് ഒരുപാടെടുത്ത് പാചകത്തിനൊക്കെ പോയി. പക്ഷെ തങ്കഞ്ചേട്ടത്തി ആ പച്ച അയിലപ്പുറത്ത് ഇന്നൊന്നും കൊണ്ടുവന്നേ അതിങ്ങനെ അങ്ങോട്ട് എടുത്ത് വെട്ടിക്കണ്ടിച്ച് കറിക്ക് സെപ്പറേറ്റ് വറക്കാനൊക്കെ വരഞ്ഞങ്ങോട്ട് അതിനകത്ത് കുടംപുളിയൊക്കെ ഇട്ട് കറക്റ്റ് മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ട്, ഓ എന്തൊരു ടേസ്റ്റ്. പറഞ്ഞപ്പോൾ തന്നെ വായി കപ്പൽ കൊടുന്നു. അവര് വിളിച്ചായിരുന്നപ്പോ ചോറ് കഴിക്കാൻ. എന്താ തന്നെ വിളിക്കുന്നത്? എന്ത്? എടാ നിനക്ക് വിശക്കുന്നെങ്കിൽ നീ പോയി കഴിക്ക്. അതല്ല, കൂടപ്പിറപ്പുകൾ വിളിക്കുമ്പോൾ ആ സ്നേഹത്തോടെ പോയി ഒരു പിടി ചോറിനകത്തോട്ട് ആ മീൻചാറ് ഒഴിച്ച് കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ. എടാ വല്ലവരും വീടല്ല, അവനവന്റെ വീടാണ്. ആവശ്യമുള്ളപ്പോ പോയി എടുത്ത് കഴിച്ചോളണം. അങ്ങനെ വേണ്ട, അവൻ വിളിക്കാവണേ പോട്ട്, ഞാൻ വിളിച്ചാലേ പോടും. ചുമ്മാ വെറുതെ വാശി പിടിച്ച് നല്ല ഒന്നാം തരം ഒരു വീട്ടിലൂടെ കടയല്ലേ.
പ്രത്യേകിച്ച് നായിര വാർത്തരിച്ച് വെച്ചിട്ടുണ്ട്. ഓ, അതിനകത്ത് ആ പുളിയും മുളകും ഒക്കെ എടുത്തിട്ട് ഈമ്പി വലിച്ചിട്ട് ചൂട് ചോറിനകത്തിട്ട് കുഴച്ചിട്ടിങ്ങനെ ചത്താ മതി. പിന്നെ നമ്മള് കഴിക്കാതിരിക്കല്ലേ, കഴിച്ചിട്ടില്ല. എന്തോന്ന് സ്വഭാവം എന്ന് പറ. അപ്പൊ നീ വിളിക്കാതെ പോണില്ലേ? അമ്മ ഞാൻ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ ഒരു സാധനം ഉണ്ടാക്കുന്നിവിടെ. പിന്നല്ലാതെ ഞാനൊരു കാര്യം ചെന്ന് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലാവുന്നില്ല, അവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിന് എന്നെ പൊന്നെ കന കഴിഞ്ഞത് പോയി തീർന്നല്ലോ. ഇനി നീ വാശിയും വെച്ചോണ്ടിരിക്കാതെ പോയി കഴിക്കാൻ. വാശിയെങ്കിൽ വാശി എന്നാ ഒരു കാര്യം, ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ ഇന്ന് വിളിച്ചില്ലെങ്കിൽ ബാക്കി എന്താണ് തീരുവച്ചിട്ടുണ്ടേ. ഞാൻ വിളിച്ചാ മതി തൽക്കാലത്തേക്ക്. നിന്നെ ഞാൻ വല്ല വിളിച്ചു പറയാൻ പോടാ. എന്താ ഇവിടെ വലിയ വർത്താനം കേക്കണേ? ചോറായി, നല്ല മീൻകറിയായി, നല്ല വിശപ്പായി. ഇനിയിപ്പോ മരുന്ന് കഴിക്കേണ്ടവർക്കും വർക്ക്ഷോപ്പിൽ പോകേണ്ടവർക്കും സുരേഷ് ഏട്ടനെ കാണാൻ പോയവർക്കൊക്കെ വരാം. അയ്യോ, അതെന്ത് വർത്താനം ചേച്ചി പറയണത്? അങ്ങനെ എന്നെ പറ്റിച്ചിട്ട് ആരും വലിയ ആളായെന്ന് വിചാരിക്കണ്ട. ഇത്രയും നേരം വരെ എനിക്കൊരു കുഞ്ഞു സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഉറപ്പിച്ച് ഏട്ടൻ എന്തോ വലിയ കള്ളത്തരം കാണിക്കാനാ പോയിരിക്കുന്നത്. അത് മറക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഏട്ടനെ കൊണ്ട് ഇപ്പൊ എന്നെ ഫോൺ ചെയ്തിരിക്കുന്നു. നാണമില്ലല്ലേ? ഇതൊക്കെ ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളാ. അയ്യേ, സുരേഷ് ഏട്ടനെ കൊണ്ട് വിളിപ്പിച്ചതാ. ചേച്ചിക്ക് മനസ്സിലായില്ലേ? ചേച്ചി എന്നെ വെറും പൊട്ടിയാ. ഞാൻ വെറുതെ ഒന്നും അല്ലെങ്കിൽ ഒരു പോലീസുകാരന്റെ ഭാര്യയല്ലേ, എനിക്ക് ഇതൊക്കെ മനസ്സിലാവും. ചോറ് വിളമ്പി വെച്ചോ? ചെല്ല അച്ഛൻ പോയി കഴിക്കി. ശരി അമ്മ വാ, എനിക്കൊരു കമ്പനി. എന്ത് വിധി ഇത്, ഓർക്കാപ്പുറത്തെന്റെ മച്ചമ്പിക്കടിയത്. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ സുരേഷിന്റെ വീട്ടിൽ പോയിരുന്നു. അത് നീ പറഞ്ഞല്ലോ. അവിടെ പോയി ഒന്ന് രണ്ട് പറഞ്ഞിരുന്നപ്പോ അല്പം കള്ളും കഴിച്ചു. അപ്പൊ നീ പറഞ്ഞത് സത്യം. എനിക്ക് ബോധമൊന്നുമില്ല, ഇതില്ല, ഞാൻ ഇങ്ങനെ വന്നില്ലേ ഒരു കുഴപ്പമില്ലാതെ. പിന്നെ ആരെയും ബുദ്ധിമുട്ടി കിടന്ന് കരുതി ഞാൻ അപ്പുറത്ത് പോയി കിടന്ന് ആണോ വലിയ കുഴപ്പമായി പോയത്. എന്തുവേട്ടാ കള്ളു കുടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ വഴക്കടിക്കോ? ഇപ്പൊ തന്നെ നീ തുടങ്ങിയില്ലേ കാര്യം അറിയണതിന് മുമ്പ് നീ തിളച്ചങ്ങ് നിൽക്കല്ലേ. നീ ഈ കാര്യം എന്താന്ന് പറയാത്തോണ്ടല്ലേ വഴക്കടിച്ചോണ്ടിരിക്കുന്നത്? ആ കാര്യമുണ്ട്. അടുത്ത നുണയായിട്ട് വന്നിരിക്കുകയാണ്. നുണയല്ല, സത്യമാണ് പറഞ്ഞത്. എന്തുവാ? ഞാനൊരു കാര്യത്തിനാണ് പോയിരുന്നത്. എന്ത് കാര്യം? ഒരാൾക്ക് വേണ്ടി ഞാൻ പോയത്. ആർക്ക് വേണ്ടിട്ട്? റൊണാൾഡിന് വേണ്ടി. എനിക്ക് വേണ്ടി എവിടെ പോയത്? ഇപ്പൊ ഇവരുടെ അടുത്ത് പറഞ്ഞ കുഴപ്പമുണ്ടോ? മറ്റേ കാര്യം നീ പറഞ്ഞ എന്ത് കാര്യം? എന്ത് കാര്യം അവരോട് പറ. അതിപ്പോ പറയുന്നില്ല, അത് ശരിയാവില്ല. എന്താടാ? എനിക്കറിയത്തില്ല. അറിയത്തില്ല എന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്തോ ഒപ്പിച്ചത്? ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഞാനിപ്പോ എന്തായാലും ഒരു ബലിയാടായി നിൽക്കുകയാണല്ലോ. ഇതൊക്കെ എന്താ പറയുന്നത്? മര്യാദക്ക് പറഞ്ഞു, അല്ലെങ്കിൽ പച്ചവെള്ളം ഈ വീട്ടിൽ നിന്ന് തരത്തില്ല. വീട്ടിൽ നിന്ന് ആ വീട്ടോട്ട് കേറാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ടും കേറാൻ നിൽക്കണ്ട. എനിക്ക് മാതാവാണ് എനിക്കറിയത്തില്ലെന്ന്. നീ അങ്ങോട്ട് കേറുവോ? കാണണം, ക്ലീറ്റ് വരട്ടെ. ക്ലീറ്റോനോട് പറഞ്ഞിട്ടേ ഉള്ളു കാര്യം. ഒരു പ്രാവശ്യം കൂടെ ചോദിക്കണം, എന്താ കാര്യം? സത്യമായിട്ടും അങ്ങനൊന്നും ഇല്ല, എനിക്കറിയത്തില്ല. വാ അമ്മ, ചോറുണ്ടാവാ. ഞാനെന്തോ പറഞ്ഞില്ല. നീ ഒന്നും പറഞ്ഞില്ല. പിന്നെ അവരോട് പറഞ്ഞതോ? എന്തോ ഞാനെന്തോ രഹസ്യം പറഞ്ഞോ? ബലിയാടാ എന്നൊക്കെ ചുമ്മാതാ. ഞാൻ ഒന്നും കഴിക്കുന്നില്ലല്ലോ, അപ്പൊ നീ ഒന്നും കഴിക്കണ്ട. എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കാപ്പുറത്ത് നിനക്കൊരൊറ്റ അടിയത്. Aliens.